This video is kindly sponsored by our non-existing sponsor, my dear phone. നിങ്ങളുടെ എക്സാംസിന് കുറച്ച് ദിവസമുള്ളൂ. ഇപ്പോഴും നിങ്ങൾ ഫോണിലല്ലേ അല്ലെ? ഇത് കണ്ടുകൊണ്ടിരിക്കാൻ കാരണം നിങ്ങൾ ഫോണിലല്ലേ? അപ്പോൾ ഈ വീഡിയോ കാര്യങ്ങളൊന്ന് സെറ്റ് ആക്കണം. ഓക്കെ, പലർക്കും ഇപ്പൊ ഇതിനുള്ളിൽ പെട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. ഫസ്റ്റ് ഒരു നിമിഷം ആ ഫോണിനെ ഒന്ന് നോക്കൂ. വീഡിയോ അല്ല, ഫോൺ. ആ ഫോൺ എന്ന വസ്തുവിനെ ഒന്ന് നോക്കൂ. ആ ഒരു വസ്തുവാണെന്നുള്ള കാര്യം പോലും മറന്നിട്ടാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ചാടുന്നത്. നമ്മൾ ഈ ഫോണിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ അറിയില്ല, നമുക്ക് എന്താ വേണ്ടത് അതറിയില്ല, നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കണം അതറിയില്ല. ഇങ്ങനെ ഒരു മായിക ലോകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങളെ ഒന്ന് മുകളിൽ നിന്നൊന്ന് ഒബ്സർവ് ചെയ്യാൻ അത് ശീലിക്കും. നോക്കിയേ, ഓ ഫോണിലേക്ക് നീ പോവാണല്ലേ, ഡാ പോലെ നിനക്ക് പഠിക്കാനില്ലേ? അങ്ങനെ നമ്മളെ തന്നെ നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലവും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യൂ. ഒരു തേർഡ് പേഴ്സന്റെ പെർസ്പെക്റ്റീവില്. ഇപ്പൊ നിങ്ങളെ ഒരാൾ ഒബ്സർവ് ചെയ്യാണ്, ഇവൻ എന്താ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്നിട്ട് റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് പ്രോബ്ലം ആണെങ്കിലും എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം സംഭവിക്കണേ എന്നുള്ളത്, അല്ലെ? അപ്പൊ പലപ്പോഴും ഈ പഠിക്കാനിരിക്കുന്ന സമയത്ത്, എക്സാം ടൈമിലാണല്ലോ നമുക്ക് ഈ പ്രശ്നം. അല്ലാത്ത സമയത്ത് സമയമുള്ള സ്ക്രോൾ ചെയ്ത് നമുക്ക് പ്രശ്നമില്ല ജനറലി അഡൽട്സിന്. പക്ഷെ എക്സാം ടൈമിൽ എന്താ വെച്ചാൽ നമുക്കൊരു ആൻസൈറ്റി, ഒരു ഡിസ്കംഫർട്ട്, അല്ലെ? ഈ എക്സാം വരുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചില സമയത്ത് എല്ലാരും പഠിക്കായിരിക്കും, അപ്പൊ ഒരു ലോൺലി ഫീലിംഗ്, അല്ലെങ്കിൽ പൊതുവെ ഒരു വിഷമം എന്താവും എന്നറിയാണ്ട് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു സങ്കടം, ഒരു ആൻസൈറ്റി. ഇതൊക്കെ എളുപ്പം നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് വേറെ എന്തെങ്കിലും ഒരു തമാശ റീലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ഈ റിയാലിറ്റിനെ നമ്മുടെ ബ്രെയിനിനെ പറിച്ചെടുത്ത് കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു സന്തോഷം, അല്ലെ? കുറച്ച് നേരത്തെങ്കിലും അതൊന്ന് ചിരിച്ചോട്ടെ, അവന് കുറച്ച് കാലമല്ലേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ സിനിമയിൽ കേട്ടിട്ടില്ലേ? അതുമാതിരി നമ്മുടെ ബ്രെയിനെ നമ്മൾ കുറച്ച് നേരത്തേക്ക് അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റ് ഹാപ്പിനെസിന്റെ ഒരു ഇതിലേക്ക് കൊണ്ടിടുകയാണ്. അങ്ങനെ റിയാലിറ്റി ചിലപ്പോൾ എസ്കേപ്പ് ചെയ്യാനായിരിക്കും നമ്മുടെ ഫോൺ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ടാസ്ക് ഉണ്ടെങ്കിൽ ആ ടാസ്ക് അങ്ങ് അവോയ്ഡ് ചെയ്യാൻ, ഡോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കും അത് പിന്നെ ചെയ്യാം, ആദ്യം ഇത്, അല്ലെ? പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, അത് പിന്നെ ചെയ്യാം, ആദ്യം ഇത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രവണത ഉണ്ടോ? അങ്ങനെ ഫോണിൽ എടുത്ത് നോക്കുമ്പോ എന്താ, ഇൻസ്റ്റന്റ് ആയിട്ടൊരു സന്തോഷം, അല്ലെ? ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. പെട്ടെന്നൊരു സന്തോഷം, ഒരു റിലീഫ്. ആ റിലീഫിന്റെ ആ ഒരു അവസ്ഥയിൽ നമുക്ക് പോകണ്ട. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞാൽ പിന്നെ അത് മണിക്കൂറുകളോളം സ്ക്രോളിലാവും, അല്ലെ? ഇനി ഇതില്ലാത്ത വേറൊരു കേസ് ഉണ്ട് കേട്ടോ. ചില സമയത്ത് നമ്മളുടെ ഒരു എക്സിസ്റ്റൻസ് ആരെങ്കിലും ഒന്ന് അക്നോളജ് ചെയ്യണം, ഒരു വാലിഡേഷൻ വേണം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരാളടുത്ത് പോയി ഫിസിക്കലി സംസാരിക്കണേക്കാൾ എളുപ്പത്തില് സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് കാണുമ്പോൾ നമ്മളെന്തോ അവരായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ബോർ അടിക്കുമ്പോഴാണ് പൊതുവെ നമ്മളൊരു സിമ്പിൾ റീസൺ എന്ന് പറഞ്ഞാൽ ബോർഡമാണ്. നമ്മൾ ഈ ഫോൺ എടുത്തിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഡോപ്പമൈൻ ഹൈ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പൊ പ്രശ്നം എന്താ, നമ്മൾ വിചാരിക്കും നമ്മുടെ ബ്രെയിനിന് ബോർഡം എന്ന് പറയുന്നത് ശരിയല്ല, നമുക്ക് എൻജോയ്മെന്റ് ആണ്, സന്തോഷിച്ചിരിക്കുന്നത് നല്ലത്. അല്ല, ബോർഡം ഭയങ്കര എസെൻഷ്യൽ ആണ്. നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാനോ, നമുക്ക് പുതിയ ഐഡിയാസ് തരാനോ, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനോ ഒക്കെ ബോർഡം വേണം. ആ പോയിന്റ് ഒന്ന് അങ്ങോട്ട് മനസ്സിൽ സ്ട്രെസ് ചെയ്തേ. ബോർഡം നല്ലതാണ്, പണ്ട് കറ നല്ലതാണെന്നൊക്കെ പറയല്ലേ, അതുമാതിരി ഒന്ന് എഴുതി വെച്ചോളൂ, ബോർഡം ഇസ് ഗുഡ്. എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണം കേട്ടോ ഇത്. കാരണം ഞാൻ എഴുതി വെക്കേണ്ട കാര്യം പറഞ്ഞതെന്ന് അറിയോ, നമ്മൾ നമ്മുടെ റൂമിൽ നമുക്ക് കാണുന്ന സ്ഥലത്ത് ഈ സംഭവം എഴുതി വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അറിയാണ്ട് വായിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ മനസ്സിലത് പതിയും. ഈ സംഭവം ശരിക്കും വർക്ക് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളൊരു വെള്ള പേപ്പറിൽ ചുമ്മാ ബോർഡം, BOREDOM, ബോർഡം ഇസ് ഗുഡ് എന്ന് എഴുതി വെക്കണം കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ യൂട്യൂബിലിരുന്ന് എന്തോ ആർക്കും ഹെൽപ്ഫുൾ ആവാത്ത കുറെ ടിപ്സ് പറഞ്ഞ് വിചാരിക്കുന്നത്. ഞാൻ കുറെ റിസർച്ച് ചെയ്തിട്ട് ഞാൻ കണ്ടുപിടിച്ച എന്റെ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ആലോചിച്ച് വളരെ കൃത്യമായി കണ്ടുപിടിച്ച് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. നിങ്ങളിത് ചെയ്തേ പറ്റും. സിമ്പിൾ ആയ കാര്യമല്ലേ ഇതൊക്കെ. ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ഞാൻ അവസാനം എന്തൊക്കെ ചെയ്യണമെന്ന് ഒന്നുകൂടെ ഒരു ക്വിക്ക് ആയിട്ട് ഒരു ഗൈഡ് പറഞ്ഞുതരാം. അപ്പൊ അത് ചെയ്യണം കേട്ടോ. അടുത്ത കാര്യം, നിങ്ങൾ സെൽഫ് ടോക്ക് ചെയ്യില്ലേ, ഞാൻ ഭയങ്കര ലേസിയാണ്, ഞാൻ ഡിസിപ്ലിൻഡ് അല്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇങ്ങനെ വളരെ മോശം ഒരാളാണ്, ഇങ്ങനത്തെ സെൽഫ് ടോക്സ് നടക്കാറില്ലേ? ഇപ്പൊ എനിക്ക് വന്ന എല്ലാ ഇമെയിലുകളിലും ശരിക്കും പറഞ്ഞാൽ ഒറ്റ സെയിം കോണ്ടന്റ് ആണ്, എക്സെപ്റ്റ് ഒരാളുടെ. അയാൾ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു, അയാളുടെ കുറച്ച് ഡിഫറെന്റ് ആയി ഡീൽ ചെയ്തതാണ്. ഞാൻ നിങ്ങളുടെ ഇമെയിൽസ് ഒക്കെ കണ്ടു കേട്ടോ. അത് ഞാൻ റിപ്ലൈ തരാത്തത് എനിക്കിങ്ങനെ വെറുതെ ഓക്കെ ഇറ്റ്സ് ഓക്കെ ഡിയർ എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ തരാനോ പറ്റില്ല. അങ്ങനെയാണ് എനിക്കത് പറ്റില്ല. ഞാൻ കുറച്ച് ചിന്തിച്ച് എനിക്ക്
എന്താ പറയാ, എനിക്ക് സന്തോഷകരമായ തൃപ്തിയുള്ള ഒരു റിപ്ലൈ തരണം. അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ അയക്കാത്തത്. പിന്നെ വേറൊരു കാര്യം, ഇനി ഇമെയിൽ ഇങ്ങനെ കുറെ വന്നാൽ എനിക്ക് തന്നെ ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. എനിക്ക് ഇത്രയും ഇമെയിൽസിന് മനസ്സിലായി, ഞാനൊരു മനുഷ്യനല്ലേ, ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നടക്കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ സ്വയം അങ്ങനെ കുറെ നെഗറ്റീവ് പറയണത് ഇപ്പൊ നിർത്തണം. നമ്മൾ അതിന് പകരം, ആക്ച്വലി ഞാനിപ്പോ ഒരു പാരന്റിങ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഗുഡ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ട്. നല്ലൊരു ബുക്കാണ്. അതിൽ നമുക്ക് നിങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറെ ടിപ്സ് ഉണ്ട് അതിൽ. അപ്പൊ ഞാൻ അത് വായിച്ചതിന്റെ ഒരു ഇൻസൈറ്റും വെച്ചിട്ടാണ് ഞാൻ ഇതിൽ നിങ്ങളെ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഈ സെൽഫായിട്ട് നെഗറ്റീവ് ഇങ്ങനെ ടോക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ പാരന്റ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും നീ ഭയങ്കര ഒരു മടിയാണോ, നീ ഒന്നും ചെയ്യുന്നില്ല, ആ ടൈപ്പ് സംസാരങ്ങളില്ല, നമുക്ക് വേണ്ട കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ എംപത്തൈസ് ചെയ്ത് സംസാരിച്ചേ പറ്റൂ. രണ്ട് കാര്യം അഡ്മിറ്റ് ചെയ്യാം. ഐ എം ഹാവിങ് എ ഹാർഡ് ടൈം റൈറ്റ് നൗ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എളുപ്പമല്ല, ഇത് കൂടെ ആര് കടന്നു പോയാലും എളുപ്പമല്ല. ഐ എം ഹാവിങ് എ ടഫ് ടൈം അല്ലെങ്കിൽ ഹാർഡ് ടൈം. അത് അക്നോളജ് ചെയ്യുക, സത്യമാണിത്. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ മീഡിയ ഈസ് വെരി അഡിക്റ്റീവ്. അതും സത്യമാണ്. അല്ലാണ്ട് സോഷ്യൽ മീഡിയ ഒരു പ്രശ്നമില്ല. എത്ര എഞ്ചിനീയേഴ്സ് ആണ്, എത്ര പുലികളായ എഞ്ചിനീയേഴ്സ് ആണ് ഈ സോഷ്യൽ മീഡിയ അഡിക്റ്റീവ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്റെ പുറകെ കിടന്ന് കളിക്കണമെന്ന് അറിയോ. നിങ്ങളെപ്പോലെ ഓരോരോ കോമ്പറ്റീറ്റീവ് എക്സാം പാസ് ചെയ്ത് IIT പാസ്സായി പോയി ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഹയർ ചെയ്യണ എഞ്ചിനീയേഴ്സ് എത്ര പേരുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? അവരുടെ ഒറ്റ പണിയുള്ളൂ എന്നറിയോ, നമ്മൾ ഇതിൽ ഹുക്കാക്കി വെക്കുക. നമ്മളോ അതിനേക്കാൾ സ്മാർട്ട് ആവണം. നിങ്ങൾ ഹുക്കാക്കി വെക്കാൻ ശ്രമിച്ചോ. എനിക്ക് വേണ്ട കാര്യം എനിക്കറിയാം, അതുകൊണ്ട് എത്ര സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് എന്നോട് നിങ്ങൾ പറയണ്ട, ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെ നമ്മൾ കുറച്ചേ സ്ട്രിക്റ്റ് ആവണം. ഞാനൊരു അടിപൊളി ആളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണണം. ചില ആൾക്കാർ ഇതിന്റെ എക്സ്ട്രീം ആയിട്ട് ഭയങ്കര നാർസിസ്റ്റ് ആവാറുണ്ട്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ തീരെ ഇങ്ങനെ ഒരു സെൽഫ് ലവ് ഇല്ലാണ്ട് എങ്ങനെയാ? നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. നിങ്ങൾ എത്ര ബുദ്ധിയിൽ അവിടെ നിന്ന് ഇരുന്നിട്ട് കളിക്കാൻ ശ്രമിച്ചാലും ഞാൻ എന്റെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ്. ഇതൊക്കെ ഒരു ഫേസ് ആണ്. നമ്മൾ ഇതൊക്കെ അങ്ങനെ അതിജീവിച്ച് വരുമ്പോഴാണ് നമ്മൾ സ്ട്രോങ് ആവുക. നമ്മളെ ടെംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ അതിനെ നേരിടാൻ ശ്രമിക്കുന്നു, അവിടെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ലൈഫ് പഠിക്കുന്നത്, അല്ലെ? നാളെ അടുത്ത ജനറേഷൻ, നിങ്ങൾക്ക് കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ആൾക്കാർ വരുമ്പോ അവർ നിങ്ങളുടെ ചോദിക്കും നിങ്ങൾ എന്താ ചെയ്യാൻ ഇതിനേക്കാളും വലിയ പ്രോബ്ലംസ് ആയിട്ട്. അപ്പൊ നിങ്ങൾ പറയണ്ടേ, ഓ അന്തക്കാലം എന്നൊക്കെ പറയണ്ട നമുക്ക്. അപ്പൊ നമ്മൾ നേരിടണം, അല്ലെ? ഇപ്പൊ ഞാനിരുന്ന് പറയില്ല അന്ന് MTV Before You ഞാൻ പറയില്ലേ, അതുമാതിരി നിങ്ങളിരുന്ന് പറയണം ഇൻസ്റ്റാഗ്രാം ഒക്കെ എന്തായിരുന്നു അറിയോ എന്നൊക്കെ പറയണം. നില്ല് എന്നെ റീല് കുയിലെ എന്നൊക്കെ ഒരു റീൽ വരുമ്പോ എനിക്കിങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്ന് എന്നൊക്കെ പറയണം നമുക്ക്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ എന്താ പറയണ്ടേ, അവരടുത്ത് പറയുന്നത് നമ്മൾ എങ്ങനെയാ നമ്മൾ ലൈഫ് സെറ്റ് ചെയ്യണ്ടേ? നമ്മൾ ഇതിന്റെ ഉള്ളിപ്പെടാണ്ട് മോളിൽ നിന്ന് നോക്കുക. എന്നിട്ട് ഇവന്മാര് പഠിച്ച വഴി വന്നിട്ട് നോക്കും ഞാൻ എന്നെ ഇതിൽ ഹുക്ഡ് ആക്കാൻ. എനിക്ക് കുറച്ച് വീക്ക്നെസ് ഒക്കെ ഉണ്ട്, കുറച്ച് ടഫ് ടൈം ആണ്. പക്ഷെ അങ്ങനെ ഫുള്ളി ഞാൻ വിട്ടുതരില്ല കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടെങ്കിൽ, അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ, നമ്മൾ പൊതുവെ ഒരു ദിവസം ഒരു 8 മണിക്കൂർ പഠിക്കാം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യും. ചിലർ 9-10 മണിക്കൂർ പഠിക്കാനുള്ള പ്ലാനിങ് ചെയ്യും. അത് ഒരു വലിയ പ്രശ്നമാണ്. ആ പ്രഷർ നമുക്ക് എടുക്കാൻ പറ്റില്ല. മാനേജബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്തേ പറ്റൂ. സ്റ്റാർട്ടിങ് സമയത്ത് നിങ്ങൾ ഇന്നലെ എത്ര പഠിച്ചു അതൊന്ന് പറഞ്ഞേ. ഒരു മണിക്കൂർ പഠിച്ചിട്ടുണ്ടോ? 1 മണിക്കൂർ പഠിച്ച ആളാണെങ്കിൽ 2 മണിക്കൂർ ഇന്ന് പഠിക്കാൻ സെറ്റ് ചെയ്യാം. ഒരരട്ടി. ഇന്നലെ 5 മിനിറ്റ് പുസ്തകം ഒന്ന് മറിച്ച് നോക്കി ഒന്നും നടന്നില്ല എങ്ങനത്തെ ആളാണെങ്കിൽ ഒരു 5 മുതൽ 15 മിനിറ്റ് ഇന്നത്തെ ഗോൾ വെക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ കഴിഞ്ഞ ദിവസം പഠിച്ചത് കമ്പയർ ചെയ്യുമ്പോൾ അടുത്ത ദിവസം നമ്മളൊരു 15 മിനിറ്റ് മിനിമം കൂടുതൽ അതിനേക്കാളും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോള് റെഡിയായി. അപ്പൊ അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് വെച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഗിഫ്റ്റ്, വീണ്ടും നമുക്ക് പ്രശ്നം, ആ ഒരു ലൂപ്പിക്ക് വിടും. അതൊന്നും എനിക്കറിയാം, സമയം കുറച്ചുള്ളൂ ചേച്ചി, ഇങ്ങനെയായ തീരില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒന്നും പഠിക്കാത്തതിനേക്കാളും ഭേദമാണ് ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് തുടങ്ങുന്നത്, അല്ലെ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേൾക്കൂ, ഒരു 15 മിനിറ്റ് ഒരു ദിവസത്തെ ഗോളായിട്ട് ഒരു ദിവസം വെക്കൂ. ഒരു ദിവസം, അടുത്ത ദിവസം നമുക്കത് കൂട്ടാം. ഈ ലൂപ്പ് ആദ്യം ബ്രേക്ക് ചെയ്യണം നമുക്ക്. എന്നിട്ട് ഈ 15 മിനിറ്റ് പഠിക്കുമ്പോൾ അതിനൊന്ന് സന്തോഷിക്കും കുട്ടികളെ. നിങ്ങൾ ഇത്ര വിഷമിക്കല്ലേ. ഓക്കെ, കുറച്ചു നേരം ഞാൻ പഠിച്ചല്ലോ, കൃത്യമായിട്ട് 15 മിനിറ്റ് ഞാൻ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്തല്ലോ. ഇത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാം പോമഡോറോ എന്നുള്ള ടെക്നിക്ക് ഉണ്ട്. ചിലർക്ക് അറിയുണ്ടാവും. നമ്മുടെ ഫോണിൽ, ഏത് ഫോണാണെങ്കിലും ടൈമർ ഉണ്ടാവില്ലേ? പോമഡോറോ എന്ന് സെർച്ച് ചെയ്താൽ അതിൽ ടൈമർ കിട്ടും. അല്ലെങ്കിൽ ജസ്റ്റ് ടൈമർ എടുത്താൽ മതി ഫോണിന്റെ. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഡിസൈഡ് ചെയ്ത ടൈമില്ലേ, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ടൈമർ വെക്കാം. ആ ടൈമിന്റെ ഉള്ളിൽ പഠിക്കുന്നത് ടൈം ബോക്സ് ചെയ്യുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മളിപ്പോൾ ഒരു ദിവസം കിട്ടിയ ഒരു ദിവസം മുഴുവൻ കൊണ്ട് നമ്മൾ ആ കാര്യം പഠിക്കും. നമുക്ക് 10 മിനിറ്റിനുള്ളിൽ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്തു തരും. നിങ്ങളൊരു അലാം വെച്ച് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ പോമഡോറോ വെച്ച് സെറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങാം. ഇത് ചെയ്യാട്ടോ. ആദ്യം പറഞ്ഞ ഓർമ്മയില്ലേ എഴുതി വെക്കണത്, രണ്ടാമത്തെ ഇതാണ് ടൈമർ വെക്കുന്നത്.
ഇതിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചില കുട്ടികൾ ഇപ്പൊ ഒരു മണിക്കൂറിനൊക്കെ കൂടുതൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു 40 മിനിറ്റ്സ് ടൈമർ വെക്കുക. അതിൽ കൂടുതൽ ടൈമർ വെക്കരുത്. 40 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ തന്നെ ചെയ്ത് ശീലിക്കണം. അല്ലെങ്കിൽ നമ്മൾ ബേൺ ഔട്ട് ആവും. ഇന്ന് പഠിക്കും, അങ്ങനെ ഒന്ന് രണ്ട് പിള്ളേര് എനിക്ക് അയച്ചു തന്നു. ഇന്നലെ 2 ദിവസം ഇന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ഒട്ടും എനർജി ഇല്ല, ഒന്നും പഠിക്കില്ല, പിന്നെ ഗിൽറ്റുന്നത്. അത് ഇതുകൊണ്ടാണ് നിങ്ങൾ ബേൺഡ് ഔട്ട് ആവുന്നുണ്ട്. അടുത്ത കാര്യം, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആയി അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നില്ലേ, അതിന്റെ അർത്ഥം നിങ്ങൾ അത് സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ അർത്ഥം വീക്കാണ് അല്ലെങ്കിൽ ലേസി ആണെന്നല്ല. നമുക്ക് കുറച്ചുകൂടെ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വേണം ഈ സംഭവം ഒന്ന് ശരിയാക്കാൻ. അത്രേ അതിന് അർത്ഥമുള്ളൂ. നിങ്ങളുടെ തെറ്റല്ലത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് അഡിക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പുറകിൽ എത്ര ബ്രെയിൻസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. നമ്മളൊന്ന് വിട്ടുപോയി, ശരി, പക്ഷെ ഇതുവരെ പറ്റുള്ളൂ. ഇനി നമ്മൾ റെഡി ആയിക്കോളാം. ഓക്കെ. പിന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യം കേട്ടോ. നമ്മൾ ഇനി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ഒരു തരം വിത്ഡ്രോവൽ സിംറ്റംസ് പോലെ വരാൻ ചാൻസ് ഉണ്ട്. വിത്ഡ്രോവൽ സിംറ്റംസ് വരുമ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അത് ഒരു ആങ്സൈറ്റി കുറച്ചുകൂടി ഉപയോഗിക്കാം, പിന്നെ അതിനോട് പെട്ടുപോകുക. അങ്ങനെ നമ്മൾ കുറച്ച് റിയാലിറ്റി എങ്ങനെയാണെന്ന് വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഇത്ര ചെയ്ത് തീർത്താൽ ഒരു 5 മിനിറ്റ് ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ഇന്ന ഒരാളുടെ പ്രൊഫൈൽ സ്ക്രോൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട്, ആൻഡ് നിങ്ങൾ മൈൻഡ്ഫുൾ ആയിരിക്കണം. നിങ്ങൾ പറയണം ഞാൻ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യാൻ പോവുകയാണ് ഇത്ര മിനിറ്റിന് എന്ന് പറഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഇപ്പൊ വരാൻ സ്നീക്കിൽ ഇങ്ങനെ പോയാൽ പിന്നെ ആ വഴിക്ക് പോകും. നമ്മൾ അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല. ഇത്ര നേരം സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് തെറ്റായ കാര്യമൊന്നുമല്ല. അപ്പോ നമ്മുടെ ഒരു വർക്ക് കഴിഞ്ഞു എങ്കിൽ നമുക്ക് ഇത്ര നേരം റിലാക്സ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോമഡോറോ വെക്കില്ലേ, ടൈമർ വെക്കില്ലേ, ഇതിന്റെ ഇടയിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യരുത്. കാരണം ഇതിൽ നമുക്ക് ഫോക്കസ്ഡും പിന്നെ കുറച്ച് എന്താ പറയാ ഡിഫ്യൂസ് മോഡും, അങ്ങനെ 2 മോഡ്സ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം. അപ്പോഴേ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡിഫ്യൂസ് മോഡാണ് നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയം. ആ സമയത്ത് പോയിട്ട് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യരുത്. പകരം എന്ത് ചെയ്യും, വെറുതെ ഇരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് വെറുതെ ബോറടിച്ചിരിക്കുക. പിന്നെ ചില സമയത്ത് നമുക്ക് ഞാനിപ്പോ ഉപയോഗിക്കാറുള്ള സംഭവം എന്ന് വെച്ചാൽ, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യം അഡിക്റ്റീവ് ആണ് പക്ഷെ നമുക്ക് ചെയ്യണ്ട, അങ്ങനെയാണെങ്കിൽ ഓക്കെ സ്ക്രോൾ ചെയ്യാം, പക്ഷെ ഇപ്പൊ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ അങ്ങനെ പറയില്ല. ചിലപ്പോ ചില ആൾക്കാർ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഇപ്പൊ വേണ്ട പിന്നെ ആവട്ടെ എന്ന് പറയില്ലേ. അതുമാതിരി ഫോൺ സ്ക്രോൾ ചെയ്യാൻ തോന്നിയാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ല എന്ന് എടുത്തിട്ട് നോക്കുക, സാധനങ്ങളൊക്കെ അതിന്റെ കളർ നോക്കുക, ചെല്ലി പിടിച്ചിട്ടുണ്ടോ നോക്കുക, ലെൻസ് ഒക്കെ വൃത്തിയായിട്ടിരിക്കണ്ടോ നോക്കുക. ഫോണിന്റെ ഉള്ളിലത്തെ കാര്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ മയങ്ങി പോവാണ്ട് ആ പ്രോഡക്റ്റ് നോക്കുക. എന്നിട്ട് വേണ്ടി നമ്മൾ ആലോചിക്കാം എനിക്കിപ്പോ സ്ക്രോൾ ചെയ്യണോ എന്ന് ചോദിക്കാം. പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, ഇല്ല എന്ന് പറയണെങ്കിൽ അത് വെക്കാം. അല്ല ഇപ്പൊ സ്ക്രോൾ ചെയ്യണം തോന്നുകയാണെങ്കിൽ ടൈമർ ആദ്യം വെക്കാം, എന്നിട്ട് സ്ക്രോൾ ചെയ്യാം. ടൈമർ തീർന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ടൈമർ നിർത്തിയിട്ട് സ്ക്രോൾ ചെയ്ത് കേട്ടോ. കാരണം എന്ന് പറയോ, ആ ഒരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഗിൽറ്റ് ആയിരിക്കും. അതുകൊണ്ട് ടൈമർ വെക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയെങ്കിലും വെള്ളത്തിൽ കൊണ്ടുവരണമെങ്കിൽ കേട്ടോ സ്ക്രോൾ ചെയ്യരുത് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ടൈമർ വെച്ച് റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നമ്മൾ പിന്നെ അത് അതിജീവിച്ച് അപ്പുറത്ത് ചാടി കിടന്നാൽ പിന്നെ കംബാക്ക് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. ഇപ്പൊ എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ ഞാൻ പറഞ്ഞു ഒന്നും നടന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും വൈകുന്നേരം ഒന്ന് കുറച്ച് സമയം ഡെഡിക്കേറ്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ അത്രയും സാധിച്ചില്ല, എന്തുകൊണ്ടാണ് സാധിക്കാതിരുന്നത് എഴുതുക കേട്ടോ. നമ്മുടെ തോട്ട്സ് ഒക്കെ ഭയങ്കര റാൻഡം ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പല കാര്യങ്ങൾ. നമ്മൾ എഴുതുമ്പോൾ ഇതൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആവും. അപ്പോൾ ജസ്റ്റ് ഒരു പേപ്പറിൽ നിങ്ങൾ ഡയറി എഴുതുന്ന ആളൊക്കെ ചിലപ്പോൾ ആയിരിക്കില്ല ഇപ്പൊ തന്നെ അത് തുടങ്ങുമെന്ന് വേണമെങ്കിൽ ഇപ്പൊ ഡയറി വാങ്ങിക്കാൻ പോകും. ഇപ്പൊ തൽക്കാലം പേപ്പർ എടുക്കുക, പേപ്പർ ഉണ്ടാവുമല്ലോ, എന്നിട്ട് എഴുതുക ഇന്ന് എന്തൊക്കെ നടന്നു, എന്താണ് നടക്കാതിരുന്നത്, എന്തുകൊണ്ടാണെന്ന് അതൊന്ന് ആലോചിച്ചോ, ഒന്ന് അവലോകനം ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് അത് നാളെ ഓവർകം ചെയ്യാൻ പറ്റുക, നാളെ എങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റുക, ആ കാര്യം ഒന്ന് എഴുതി വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. നാളെ രാവിലെ എണീറ്റ് ഇത് ഒന്നുകൂടെ വായിച്ചു നോക്കുക. രാത്രി എഴുതി വെച്ചത് ഒന്നുകൂടെ വായിച്ചു നോക്കുക. എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് ഉണ്ടെങ്കിൽ അത് ഇടുക. ടൂ മച്ച് സ്റ്റഫ് നാളത്തേക്ക് ടു ചെയ്ത് വെക്കരുത്. അത് റെസിപ്പി ഫോർ ഡിസാസ്റ്റർ ആണ്. പിന്നെ നമ്മൾ സ്വയം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മൾ സ്വയം കുത്താണ്ട് കുറച്ച് കമ്പാഷനേറ്റ് ആവുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറൊരാൾ, നമ്മുടെ പോലെ തന്നെ വേറൊരാള് ഇതേ സിറ്റുവേഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം വേറൊരു അയ്യോ നീ ഇത്ര വിഷമിക്കണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റും. അത് നമുക്ക് സ്വയം പറയാൻ പറ്റില്ല അല്ലെ? അതെന്താ അങ്ങനെ? ഇത്രയും സിറ്റുവേഷനിലുള്ള വേറൊരാളോട് നമ്മൾ എന്താ പറയാ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയാളോട് എന്താ പറയാ? നിങ്ങളൊന്ന് ആലോചിക്കേ, നിങ്ങളുടെ സിറ്റുവേഷനിലുള്ള ഒരാളോട് നിങ്ങൾ എന്താ പറയാ? ആ പറയണ കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കി, എന്നിട്ട് അതൊന്ന് ആലോചിക്കുക. അതാണ് നിങ്ങളോട് പറയേണ്ടത്. നിങ്ങൾക്ക് വേറെ ആൾക്കാരോട് ചിലപ്പോൾ കമ്പാഷനറ്റ് ആവാൻ പറ്റും, സ്വയം കമ്പാഷനറ്റ് ആവാൻ പറ്റാതിരിക്കും നമ്മൾ ഈ പ്രഷർ കാരണം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കമ്പാഷനറ്റ് ആവാം. നമുക്ക് ലൈഫ് വളരെ പ്രഷ്യസ് ആണ്. നമ്മൾ ഈ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ ലൈഫിൽ. നമ്മൾ അത്രയും കമ്പാഷനറ്റ് ആയാൽ മാത്രമേ നമുക്ക് റെസിലിയൻസ് വരുള്ളൂ.
നമുക്കൊരു എൻകറേജ്മെന്റ് കിട്ടുള്ളൂ. അത് എപ്പോഴും കുറ്റം പറഞ്ഞാൽ നമുക്ക് നന്നാവാൻ പറ്റുമോ? ചെറിയ കുട്ടികളെ ചോദിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് നമ്മൾ നീ ഇങ്ങനെയാണ് അങ്ങനെയാന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് മാറ്റാൻ പറ്റുമോ? അതിന് പകരം ഓ അത് പറ്റിയില്ലേ, സാറ്റില്ലാടെ പോട്ടെ, അത് ശരിയാക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് സന്തോഷമായിട്ട് അടുത്ത തവണ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കില്ലേ? നിങ്ങൾ അതുപോലെ ആ കുട്ടീനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം പോലെ നിങ്ങളെ ട്രീറ്റ് ചെയ്യണം. അപ്പോ ഞാൻ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പറയാണ്. ഒന്ന് എഴുതി വെക്കുക പേപ്പർ എടുത്തിട്ട്. ബോർഡം ഇസ് ഗുഡ് കേട്ടോ. മാക്സിമം ഒരു ദിവസം ഒരു 10-15 മിനിറ്റെങ്കിലും ബോർ അടിക്കാൻ ശ്രമിക്കുക. 2, ഇതൊക്കെ നമ്മള് അവലോകനം റിഫ്ലക്ട് ചെയ്യുമ്പോൾ എൻഡ് ഓഫ് ദ ഡേ റിഫ്ലക്ട് ചെയ്യില്ലേ, ഇന്ന് എത്ര മിനിറ്റ് ബോർ അടിച്ചു ഞാൻ ഒന്ന് എഴുതി വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേൾക്കുമ്പോൾ സില്ലി ആയി തോന്നാം, പക്ഷെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഒരു ദിവസത്തെ. ബോർഡം ഇസ് ഗുഡ്, അത് എഴുതി വെക്കാം. രണ്ടാമത്തത്, മൈൻഡ്ഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ എന്താ ചെയ്യണേ അല്ലെ? നമ്മൾ ആ ഫോണിന്റെ ഉള്ളിൽ കയറി പോകുന്നതിന് മുമ്പ് ഫോൺ എങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പൊമഡോറോ ടെക്നിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈമർ വെച്ചിട്ടുള്ളത് അത് ചെയ്യാം. ഈ പൊമഡോറോ ടെക്നിക്കിന് നമുക്കിപ്പോ നിങ്ങൾ ഫോണിൽ തന്നെ ഫോക്കസ് ടൈമർ എന്നൊക്കെ ആപ്പ് ഉണ്ട് ഐഫോണിൽ. ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്, നല്ലതാണ് കേട്ടോ. അത് ഉപയോഗിക്കുക. എത്ര നല്ല സാധനങ്ങളാണെന്ന് പറയും. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ. പൊമഡോറോ ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുമില്ല, 20 to 40 മിനിറ്റ്സിന്റെ ഒരു ടൈമർ വെക്കുക. അത് കഴിഞ്ഞാൽ 10 മിനിറ്റ്സിന്റെ ഒരു ബ്രേക്ക് ടൈമർ വെക്കുക. അത് നമ്മൾ ബോർ അടിക്കാനുള്ള സമയമാണ് വൈദ്യുതി. അത് കഴിഞ്ഞ് അങ്ങനത്തെ 4 സെഷൻ കഴിഞ്ഞാൽ ഒരു 1 hour ബ്രേക്ക് എടുക്കുക. എന്നിട്ട് 1 hour ബ്രേക്ക് എടുത്ത് എന്ത് ചെയ്യും? അപ്പോഴും ഈ സോഷ്യൽ മീഡിയയ്ക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. ഒന്ന് നടക്കാനോ ചെറിയൊരു നാപ്പ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വരയ്ക്കാനോ. നിങ്ങൾ അത് നോക്കി നോക്കി, നമ്മൾ പണ്ട് വരയ്ക്കുവാൻ ഇരുന്നിട്ട് ഒരു പേനയും പെൻസിലൊക്കെ എടുത്തിട്ട് ഓർമ്മയുണ്ടോ? ഞങ്ങളൊക്കെ സമയത്ത് എന്നും വരയ്ക്കുന്നത് ഒരു വീട്, ബാക്കിലൊരു മല, ഒരു തെങ്ങ്, ഒരു പുഴ പുറകിൽ പോണു, കാക്ക പറക്കുന്നു. ഈ ഒരു പിക്ചർ എല്ലാവരും വരച്ചിട്ടുണ്ട് എൻ്റെ ഒക്കെ ആ സമയത്ത്. നിങ്ങൾ വരച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ യുഗത്തിലൊക്കെ ഏതാണ് വരയ്ക്കുന്നത്? എല്ലാവരും വരയ്ക്കണ എന്തെങ്കിലും ചിത്രം ഉണ്ടെങ്കിൽ ഒന്നിരുന്ന് വരച്ചു നോക്കി. ഒരു പെയിന്റ് ഉണ്ടെങ്കിൽ ഒന്ന് 2 കളർ അടിച്ചോളൂ. ഭയങ്കര റിലാക്സിങ് ആയി കാര്യങ്ങളൊക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങളുടെ മോളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹാർഡ് ആവരുത്. ഒന്ന് ജെന്റിലായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുക, ക്ഷമിച്ചു കൊടുക്കുക. ഇത് വലിയ സ്ട്രഗിൾ തന്നെയാണോ? ഇതിനൊക്കെ നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്തി എങ്ങനെയാ? ഒന്ന് സ്നേഹിക്കൂ സ്വയം. ഒന്ന് സമാധാനത്തിന്റെ ഈ സാന്ത്വനത്തിന്റെ ഒക്കെ വാക്കുകൾ അതിനെ പറയൂ, സ്വയം പറയൂ. ഇത് ഭയങ്കര ചേഞ്ച് വരുത്തും. എന്റെ ലൈഫിലൊക്കെ ഞാനിത് ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യും. ഞാനിത് വെറുതെ പ്രീച്ച് ചെയ്യാൻ വേണ്ടിട്ട് പറയണല്ല, ഞാൻ ഇത് കൂടെയൊക്കെ ശരിക്കും കടന്നു പോട്ടെ. എന്റെ ആൻസൈറ്റി നിങ്ങൾക്ക് അറിയില്ല ഏത് ലെവലിൽ തരുന്നു. അപ്പൊ നിങ്ങൾ പറയും ചേച്ചിക്ക് അറിയില്ലേ ഞങ്ങളുടെ ആൻസൈറ്റി ഇത്രയും തരുന്നത്. ചിലപ്പോൾ നമ്മുടെ സിമിലർ ആയിരിക്കും. അങ്ങനെ അത്രയും വലിയ ആൻസൈറ്റിയിലൂടെ കടന്നു പോയി നമ്മളത് കൊളാക്കേണ്ട കാര്യമില്ല. നമുക്ക് ബേസിക്കലി എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടാവും. എന്തെങ്കിലും ഒരു എക്സാം ഒക്കെ വരുന്നുണ്ട്, +2 എക്സാം ഒക്കെ വരുന്നുണ്ട്. നിങ്ങളൊരു കാര്യം, ഈ വീഡിയോ കണ്ടിട്ട് ഇനി ഒന്നും കാണണ്ട. ഞാൻ ഇനി ഈ സീരീസിൽ അധികം ഇടാൻ വിചാരിക്കുന്നില്ല. അപ്പൊ നന്നായി പഠിക്കുക, ഒരു ആൻസൈറ്റി വേണ്ട, നമുക്ക് റെഡിയാക്കാം കേട്ടോ.